കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും നോർത്തുള്ള സെക്ഷൻ്റെ ശാബ സ്കൂൾ പാഠപഠന പദ്ധതിയിലേക്ക് എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും സ്വാഗതം ആശംസിക്കുവാൻ എനിക്കധികം സന്തോഷമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പാഠപഠനത്തിലേക്ക് വളരെ ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും നമുക്കൊന്നിച്ച് ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാനുള്ള ഒരു അവസരം കൂടി നല്ലവനായ ദൈവം നമുക്ക് ഒരുക്കി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ഈ ക്വാർട്ടറിലെ 8ാമത്തെ പാഠത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം പഠിക്കുന്നത്, നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എന്നതാണ്. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വാക്യങ്ങളാണ്. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനം: അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാവട്ടെ, വാഴ്ചകളാവട്ടെ, അധികാരങ്ങളാവട്ടെ, സകലവും മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത അത് എന്തെന്ന് അല്പമെങ്കിലും നമുക്ക് ചിന്തിപ്പാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ഈ മനപ്പാഠവാക്യം നമ്മളെ സഹായിക്കുവാൻ മാത്രമല്ല, തുടർന്നുള്ള വചനങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എന്നത് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നതായ തിരുവചന വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനും, ആ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയിൽ കർത്താവ് യേശു ക്രിസ്തു ആയിരിക്കുകയും ആ ശുശ്രൂഷ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുവാൻ ഇടയായി തീരുകയും, അങ്ങനെ നാം ഓരോരുത്തരും ക്രിസ്തുവിനാൽ ക്ഷണിക്കപ്പെട്ടവരായി, വിളിക്കപ്പെട്ടവരായി, കർത്താവിൻ്റെ മഹത്വമുള്ള വാഗ്ദത്തത്തിന് അവകാശികളായിക്കൊണ്ട് വിശ്വാസത്തോടെ ആ വചനത്തിൽ അടിയുറച്ച് നിന്ന് കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും ആ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയിൻ കീഴിൽ നമുക്കുമായിരിക്കാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, വീണ്ടും അവിടുത്തെ മാധുര്യമേറിയ വചനം അടിയങ്ങൾക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം അവിടുന്ന് അടിയങ്ങൾക്ക് ഒരുക്കി തന്ന ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം, കൃപ അടിയങ്ങളുടെ കൂടെ ഇരുന്ന് അടിയങ്ങളെ അവിടുന്ന് സർവ്വജ്ഞാനത്തിലും അവിടുത്തെ കൃപയിലും നിറയ്ക്കുകയും പരിപാലിക്കുകയും അടിയങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അടിയങ്ങൾ കർത്താവിനെ ഓർക്കുവാനും സ്തുതിപ്പാനും ദൈവത്തിന് നന്ദി കരയറ്റുവാനും അടിയങ്ങളോടൊന്ന് സഹായിക്കണം. പാഠപഠനത്തിലുടനീളം എൻ്റെ കർത്താവിൻ്റെ കൃപ അനുഗ്രഹം കൂടിയിരിക്കണം. നന്മകളെ നിറയ്ക്കണം. എല്ലാ കുറവുകളും അവിടുന്ന് ക്ഷമിക്കണം. മനോമത്തോടെ എടുക്കണം. എല്ലാവരെങ്കിലും ആജീവനെ തന്ന യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ ഓർക്കണം. നല്ല ദൈവമേ, ആമേൻ. നമ്മൾ വീണ്ടും ഈ പാഠത്തിലൂടെ കൊലോസ്യ ലേഖനത്തെ അധികരിച്ചുള്ള തുടർന്നുള്ള വേദഭാഗങ്ങൾ നമ്മൾ വീണ്ടും ചിന്തിക്കുകയാണ്. നമ്മൾ മുൻ പാഠങ്ങളിൽ ചില കാര്യങ്ങൾ പരാമർശിക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും നമുക്ക് കഴിഞ്ഞു. തുടർന്നുള്ള ഭാഗം നമുക്ക് ഈ പാഠങ്ങളിലൂടെ മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഈ പാഠത്തിൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് ചിന്തയ്ക്കായിട്ട് നൽകിയിട്ടുണ്ട്. നാം ഇവിടെ കർത്താവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ
ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചത് തൻ്റെ സൃഷ്ടി ആയ മനുഷ്യർക്ക് ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്നേഹിപ്പാനും ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുവാനും പഠിക്കുവാനും ആ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ശ്രേഷ്ഠമായ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ ഒരു നല്ല മാതൃകയായിട്ട്, ഒരു നല്ല അവലംബമായിട്ട് കർത്താവ് യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കായിട്ട് ജീവിക്കുന്നുവെന്നും നമുക്കായിട്ട് ഭവനമൊരുക്കുവാൻ പോയിരിക്കുന്നുവെന്നും ആ മഹാപുരോഹിതൻ്റെ ശ്രേഷ്ഠകരമായ ശുശ്രൂഷയും തൻ്റെ ജനത്തെ രക്ഷയിലേക്ക് വഴി നടത്തുവാനുള്ള തൻ്റെ അർപ്പണവും യാഗവും അത് വിശ്വസിക്കുന്ന ഏവർക്കും ആ കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിപ്പാനും ജീവിപ്പാനുമുള്ള വഴി തുറന്നു കൊടുക്കുന്നതും ആ അനുഭവം ക്രിസ്തീയ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളെയും ഉൾക്കാമ്പുകളെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതുമാകുന്നു നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നാം ഇവിടെ കൊലോസ് ലേഖനം പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നത് നാം ഓരോരുത്തരും ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ജീവിക്കണം എന്ന് പൗലോസ് പറയുന്നു. മാത്രമല്ല, ഈ ലോകത്തെ ജനത്തെ രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട്, ഈ ലോക ജീവിതത്തെ രണ്ടവസ്ഥകളാക്കി തിരിച്ചുകൊണ്ട് ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും അനുഭവം, ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒരു താരതമ്യം നമ്മളിവിടെ കാണുന്നു. കാരണം കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. ആ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ആരും ഇരുട്ടിൽ നടക്കുന്നില്ല, ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ല, ഇരുളിലായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുട്ടിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് വെളിച്ചത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കുവാൻ ദൈവം തൻ്റെ പുത്രനായ ശ്രേഷ്ഠ പുരോഹിതൻ, മഹാപുരോഹിതൻ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഇടയാക്കി. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ നിത്യ അവകാശത്തിൽ പങ്കുചേരുവാൻ പിതാവായ ദൈവം നമ്മളെ യോഗ്യരാക്കി. അവൻ നമുക്കായി നമ്മുടെ വീണ്ടെടുപ്പ് നടത്തി അവനിലുള്ള വിശ്വാസത്താൽ നാം ഇരുട്ടിൻ്റെ മണ്ഡലത്തിൽ നിന്ന് തൻ്റെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ പാഠത്തിൻ്റെ ആമുഖത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും അന്ധകാരത്തിൻ്റെ, ഇരുട്ടിൻ്റെ അവസ്ഥയിൽ നിന്നും, അനുഭവത്തിൽ നിന്നും, ബന്ധനത്തിൽ നിന്നും വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാനും വിളിക്കപ്പെടുവാനും ആ വെളിച്ചത്തിൽ വസിക്കുവാനും വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനും നമ്മളെ ദൈവം യോഗ്യരാക്കി തീർത്തിരിക്കുന്നു. ആ യോഗ്യതയാണ് ദൈവത്തിൻ്റെ മക്കളായി ഭൂമിയിൽ വെളിച്ചം പരത്തുന്നവരും വെളിച്ചം പകർന്നു നൽകുന്നവരും വെളിച്ചത്തിൽ ജീവിക്കുന്നവരായി തീരുവാൻ നമ്മളെ സഹായിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ് എന്ന് അനേക ഇടങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവം മനുഷ്യനെ പോലെ മനുഷ്യൻ ദൈവത്തിൻ്റെ ഇഷ്ടവും ഹിതവും ഉപദേശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ജീവിക്കുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തെ പോലെ
ദൈവത്തെ അനുകരിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയില്ല. എങ്കിലും കഴിയുന്നത്ര മനുഷ്യർ ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് കാണിച്ചു തന്ന ഒരു ജീവിതം തീർച്ചയായിട്ടും നമുക്കും പരിശീലിക്കുവാനും വളർത്തിയെടുക്കുവാനും നാം പ്രാർത്ഥനയോടെ ശ്രമിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകൾ, കുറവുകൾ, പാപങ്ങളൊക്കെ നമ്മിൽ നിന്ന് അകറ്റി എടുത്ത് മാറ്റി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് കൊള്ളാവുന്ന മക്കളായിട്ട് നിലനിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും എന്ന് നമ്മൾ അറിയുന്നു. പലപ്പോഴും ഈ ലോകത്തിൻ്റെതായ പ്രഭു തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ, തൻ്റെ ശ്രമങ്ങളിലൂടെ, വിവിധമായിട്ടുള്ള തൻ്റെ തന്ത്രങ്ങളിലൂടെ മനുഷ്യൻ്റെ ജീവിതത്തെ നശിപ്പിക്കുവാനും നഷ്ടപ്പെടുത്തുവാനും പ്രത്യാശയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനും ഒക്കെ ഉള്ള ശ്രമം നടക്കുമ്പോഴും നമുക്ക് നോക്കിക്കാണുവാനും ആശ്രയിക്കുവാനും പ്രത്യാശിക്കുവാനും ഒരു നല്ലവനായ ദൈവത്തെ, ഒരു നല്ലവനായ രക്ഷകനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് ദൈവം തൻ്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയും ആ പുത്രൻ മനുഷ്യൻ്റെ ഇടയിലേക്ക് കടന്നു വന്നത് തൻ്റെ പിതാവിനെ മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:9 ഇങ്ങനെ രേഖപ്പെടുത്തുന്നത്, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടവർ പിതാവിനെ, ദൈവത്തെ കണ്ടിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവം ആരാണ്? ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്? ആ പിതാവായ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം, കടമ എന്താണ്? അത് മനുഷ്യവർഗത്തോട് നിറവേറ്റുവാനാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് തിരുവൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ തീർച്ചയായും കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ വന്ന് പാർക്കുവാനും ആ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ദൈവം ആരാണ് എന്നും ആ ദൈവസ്നേഹം എന്താണ് എന്നും ആ ദൈവത്തിൻ്റെ മനുഷ്യനുള്ള സ്നേഹം എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്നും മനസ്സിലാക്കാൻ നമുക്ക് അനേക സന്ദർഭങ്ങളിലൂടെ ദൈവത്തിൻ്റെ മക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. മാത്രമല്ല തൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുള്ള അനേക വാക്കുകൾ അല്ലെങ്കിൽ വാക്യങ്ങൾ നമുക്ക് ദൈവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രവർത്തനം ഒന്ന് തന്നെയാണ്, ഒരുപോലെയാണ്. ആ പ്രവർത്തനത്തിൻ്റെ ആരംഭവും ആ പ്രവർത്തനത്തിൻ്റെ അവസാനവും ഒരുപോലെ തന്നെയാണ്. പുത്രൻ പ്രവർത്തിക്കുന്ന എന്താണ്, അതാണ് പിതാവ് ഇച്ഛിക്കുന്നത്. പിതാവ് ആഗ്രഹിക്കുന്ന എന്താണ്, അതാണ് പുത്രൻ പ്രവർത്തിക്കുന്നത്. പുത്രൻ ഭൂമിയിൽ എന്ത് ചെയ്യണം എന്ന് പിതാവ് ആഗ്രഹിക്കുന്നു, അത് പുത്രൻ ചെയ്യുന്നു. പിതാവിൻ്റെ അനുവാദവും അനുഗ്രഹവും ഇല്ലാതെ ഒരു കാര്യം പോലും സ്വന്തമായിട്ട് തൻ്റെ സ്വന്തം തീരുമാനത്തിൽ പുത്രൻ ഭൂമിയിൽ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:30 വീണ്ടും കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. അത് തന്നെയാണ് നമ്മൾ നേരത്തെ വായിച്ചത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു.
അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കാണുന്ന വ്യക്തികൾ, മനുഷ്യർ തീർച്ചയായും പിതാവായ ദൈവത്തിനെയാണ് കാണുന്നത്. അപ്പോൾ എത്രമാത്രം ശ്രേഷ്ഠത കർത്താവ് യേശുക്രിസ്തുവിൽ ഉണ്ട് എന്ന്, താനും പിതാവും ഒന്ന് തന്നെയാണ് എന്ന് കർത്താവ് പ്രസ്താവിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. മാത്രമല്ല, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന മറ്റൊരു നാമവും ഇല്ല. അത്രമാത്രം ശ്രേഷ്ഠമേറിയ നാമമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമം. അതുകൊണ്ട് വീണ്ടും യോഹന്നാൻ സുവിശേഷം 14:6 പറയുന്നത്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ സകലത്തിൻ്റെയും അധികാരിയും ഉടമസ്ഥനും സകല കാര്യങ്ങളുടെയും നിയന്ത്രിക്കുന്ന ദൈവവും പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് പ്രാവർത്തികമാക്കുവാനും മനുഷ്യരെ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കുവാനും അങ്ങനെ ഓരോരുത്തരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവ് യേശുക്രിസ്തുവിലൂടെ പിതാവിൻ്റെ അടുക്കൽ എത്തുവാനും സകല അധികാരവും സകല സ്വർഗീയമായ മഹിമയും ആ പുത്രമുഖാന്തരം മനുഷ്യർക്ക് ലഭ്യമാക്കുവാൻ തക്കവണ്ണം കർത്താവ് യേശുക്രിസ്തു എന്ന ആ ശ്രേഷ്ഠതയേറിയ ദൈവപുത്രൻ നമ്മുടെ ഇടയിൽ അയക്കപ്പെട്ടു. നാം വീണ്ടും ഇവിടെ മനസ്സിലാക്കുന്നത്, കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഞാൻ ആകുന്നു. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ ആകുന്നു എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു വ്യക്തിയെക്കുറിച്ചോ മറ്റൊരു ശക്തിയെക്കുറിച്ചോ സംസാരിക്കുന്നില്ല. അത് വളരെ വ്യക്തമാണ്, ഞാൻ ആകുന്നു. അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ആ സ്ഥാനം, ആ ബന്ധം, അവരുടെ ഐക്യം എത്ര വ്യക്തമായിട്ട് ആ ഒരു വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആകുന്നു. മാത്രമല്ല, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു. മാത്രമല്ല, യോഹന്നാൻ 5:8 പറയുന്നത്, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ആകുന്നു. ഈ വാക്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് കർത്താവ് യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, പ്രതിച്ഛായയാണ് എന്ന് കർത്താവ് തന്നെ തൻ്റെ സ്വന്തം വാക്കുകളിൽ നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്ന ഒന്നാണ്. മാത്രമല്ല, എല്ലാ സൃഷ്ടികളിലും ആദ്യജാതൻ എന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നു. ഇപ്പോൾ പുതിയ നിയമത്തിൽ നമുക്കറിയാം, ആദ്യജാതൻ എന്ന പദം മിക്കപ്പോഴും എല്ലാ ഇടങ്ങളിലും യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. ലൂക്കോസ് 2:7, റോമർ 8:29, എബ്രായർ 1:6, വെളിപ്പാട് 1:5, ഇവിടെയൊക്കെ ആ ആദ്യജാതൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഭൂമിയിലുള്ള മറ്റ് ചില വ്യക്തികളെയും ആദ്യജാതന്മാർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവനെ എൻ്റെ ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരിൽ അത്യുന്നതനും ആക്കും എന്ന് സങ്കീർത്തനം 89:27 പറയുന്നു. മാത്രമല്ല, ഇസ്രയേൽ എൻ്റെ ആദ്യജാത പുത്രനാണ് എന്നും അവൻ മോശയോട് അരുളി ചെയ്യുന്നു, പുറപ്പാട് 4:22. അപ്പോൾ ഈ ആദ്യജാതൻ എന്ന് ദാവീദിനെ കുറിച്ച് അല്ലെങ്കിൽ യാക്കോബിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവർ ആദ്യം ജനിക്കപ്പെട്ടവരെന്നല്ല, ആ ശ്രേണിയിൽ അവർക്കുള്ള പ്രഥമ സ്ഥാനത്തെയാണ് അത് എടുത്തു കാണിക്കുന്നത്. ഇപ്പോൾ കർത്താവ് യേശുക്രിസ്തു എല്ലാ സൃഷ്ടികളിലും ആദ്യജാതൻ എന്ന് നാം വിശ്വസിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം,
എല്ലാ സൃഷ്ടികളുടെയും ഉടമസ്ഥൻ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ആണ് എന്നും യേശു എല്ലാം സൃഷ്ടിച്ചു എന്ന് പറയുന്നു മാത്രമല്ല, അവനാലും അവന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടുവെന്ന് കൊലോസ്യർ 1:16 അവനാലും, ഇപ്പോൾ കർത്താവിനാലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ സൃഷ്ടി എന്ന പ്രവൃത്തികളിലൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് യേശു ക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എല്ലാ സൃഷ്ടികളിലും ആദ്യജാതൻ കർത്താവ് യേശു ക്രിസ്തു ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സകല അധികാരങ്ങൾ ഇവിടെ പറയുമ്പോൾ ആധിപത്യങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, സിംഹാസനങ്ങൾ, ഇവയൊക്കെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മുൻപാകെ സമർപ്പിക്കപ്പെടുന്നതും ഏൽപ്പിച്ചു കൊടുക്കുന്നതും അതിൻ്റെയൊക്കെ അധികാരി, അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു ആവുന്നു എന്ന് നമുക്ക് എഫേസ്യ ലേഖനം 3:10, എഫേസ്യർ 6:12, അതുപോലെ കൊലോസ്യർ 1:17 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഇപ്പം യേശു എല്ലാത്തിനും മുമ്പേ ഉണ്ടായിരുന്നുവെന്ന് കൊലോസ്യർ 1:17 അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്. അതുകൂടാതെ നമുക്ക് 1 കൊരിന്ത്യർ 2:7, ഗലാത്യർ 1:17, എഫേസ്യർ 1:4 ഇവിടെയൊക്കെ നമുക്കിതേ അർത്ഥം നൽകുന്ന വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. കാരണം യേശുവിൻ്റെ ശ്രേഷ്ഠത എന്ന് പൗലോസ് പറയുകയും എല്ലാ സൃഷ്ടികളിലും ആദ്യജാതൻ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവിടെ പൗലോസ് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരുമിച്ച് നിൽക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ സകലതിനെയും ഒരുമിച്ച് കൊണ്ടുവരുവാനും ഒരുമിപ്പിക്കുവാനും കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. കാരണം കർത്താവ് യേശു ക്രിസ്തു ഈ പ്രപഞ്ചത്തെ ഏകീകരിക്കുന്ന ഒരു ഘടകമാണ്. സൃഷ്ടാവെന്ന നിലയിൽ മാത്രമല്ല, ഈ ലോകത്തെ വീണ്ടെടുക്കുന്ന ദൈവം എന്ന നിലയിലും സകല കാര്യങ്ങളെയും തന്നിൽ ഒരുമിപ്പിക്കുവാനും തന്നിൽ നിലനിർത്തുവാനും തൻ്റെ നിയന്ത്രണത്തിൽ ആക്കുവാനും കർത്താവ് യേശു ക്രിസ്തു ഈ സകല സൃഷ്ടികളുടെയും ഉടയവനും സൃഷ്ടികളിൽ ആദ്യജാതനും ഈ ലോകത്തെ സൃഷ്ടിച്ചവനും ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ അയക്കപ്പെട്ടവനും ആയിരിക്കുന്നതുകൊണ്ട് തന്നെ കർത്താവ് യേശു ക്രിസ്തു എല്ലാ സൃഷ്ടികളിലും ആദ്യജാതനെന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ 1 കൊരിന്ത്യർ 2:7 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് 2 കൊരിന്ത്യർ 2 വാക്യം, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത് എന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം. കർത്താവ് യേശു ക്രിസ്തുവിൽ നാം കാണുന്ന ജ്ഞാനം, നാം കാണുന്ന ശ്രേഷ്ഠത, നാം കാണുന്ന അധികാരം, നാം കാണുന്ന ദൈവികത്വം കർത്താവ് എല്ലാ സൃഷ്ടികളിലും ആദ്യജാതൻ എന്ന് തന്നെയാണ്. കൂടാതെ എഫേസ്യർ 1:4 വായിക്കുമ്പോൾ ഇവിടെ കാണുന്നത്, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ നമ്മെ തിരഞ്ഞെടുത്തു. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത കർത്താവ് യേശു ക്രിസ്തു എല്ലാ സൃഷ്ടികളിലും ആദ്യജാതനായതുകൊണ്ടാണ് നമ്മെ ലോകസ്ഥാപനത്തിന് മുന്നേ തിരഞ്ഞെടുക്കുവാൻ ഇടയായത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ശരീരത്തിൻ്റെ തലവൻ, അല്ലെങ്കിൽ ശരീരമെന്ന സഭയുടെ തല എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട്. എഫേസ്യ ലേഖനം 1:22 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സർവവും അവൻ്റെ കാൽ കീഴിൽ ആക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാം നിർമ്മിച്ചവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു
എന്നാണ്. ഇപ്പം ഇവിടെ സർവവും അവൻ്റെ കാൽ കീഴ് ആക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എന്ന് ഇവിടെ പൗലോസ് പറയുകയാണ്. അപ്പോൾ തന്നെ കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണത ഉള്ളവരായിരിക്കുന്നു, അല്ലെ പരിപൂർണരായിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സഭയുടെ തല എന്ന നിലയിൽ, സഭയുടെ നേതൃത്വം എന്ന നിലയിൽ, സഭയെ നയിക്കുന്ന ദൈവം എന്ന നിലയിൽ തീർച്ചയായും തൻ്റെ ജനത്തിനെ നടത്തുവാനും പരിപാലിക്കുവാനും അവർക്ക് ആവശ്യമായ സകല ജ്ഞാനവും അറിവും നൽകുവാനും അവരെ നടക്കേണ്ട വഴികളിൽ തന്നെ നടത്തുവാനും ആവശ്യമായ ഉപദേശങ്ങൾ, ആവശ്യമായ മുന്നറിയിപ്പുകൾ, മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ അവർക്ക് തക്ക സമയങ്ങളിൽ മനസ്സിലാക്കി കൊടുക്കുവാനും അവരെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ശക്തമായ നേതൃത്വവും ദൈവത്തിൻ്റെ സഭയുടെ തലയുമായി കർത്താവ് യേശു ക്രിസ്തുവിനെ കാണുന്നു. അപ്പോൾ അതുതന്നെ നമ്മൾ തിരുവനന്തപുരത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്, ആവർത്തനം 28:13 ദൈവം പറയുന്നു, തന്റെ ജനമായ ഇസ്രായേൽ ദൈവത്തെ അനുസരിച്ചാൽ ദൈവം അവരെ വാലല്ല തലയാക്കും എന്നാണ്. അപ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ ജനം ദൈവത്തെ അനുസരിച്ച് നടന്നാൽ ആ കർത്താവ് യേശു ക്രിസ്തു എന്ന തലയോടൊപ്പം വളരുവാൻ പൗലോസ് പറയുന്നതും അതാണ്. ക്രിസ്തുവിനോട് ചേർന്ന് വളരുവാൻ, ക്രിസ്തുവിനോളം വളരുവാൻ നാം തീർച്ചയായിട്ടും ദിനം പ്രതി നാം ആഗ്രഹിക്കുകയും നാം വളരുകയും ചെയ്യണം. അപ്പം അതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നത്, ദൈവം അവരെ വാലല്ല തലയാക്കും. അതുപോലെ യെശയ്യാവ് 7:8 പറയുമ്പോൾ അരാമിൻ്റെ തല ദമാസ്കസ് ആണ്, ദമാസ്കസിൻ്റെ തല രസീൻ ആണ്. ഇവിടെയൊക്കെ ആ തലയുടെ പ്രാധാന്യം, തലയ്ക്കുള്ള പ്രത്യേകത, ശ്രേഷ്ഠത നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം. അതിന് നമ്മുടെ സാധാരണ അറിവിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കത് തിരിച്ചറിയുവാൻ കഴിയുന്നതാണ്. ഹോശയ്യ 1:11 പറയുന്നത്, യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും തങ്ങൾക്കൊരു തലയെ നിയമിക്കുമെന്നവിടെ പറയുന്നുണ്ട്. മീഖ 3:9 പറയുന്നത്, യാക്കോബ് ഗ്രഹത്തിന്റെ തലവന്മാരും ഇസ്രായേൽ ഗ്രഹത്തിന്റെ അധിപന്മാരുമായ നിങ്ങൾ എന്ന് അവരെ കുറിച്ച് പറയുന്നുണ്ട്. യാക്കോബ് ഗ്രഹത്തിന്റെ തലവന്മാർ. എവിടെയും ആ ഒരു തലയുടെ പ്രാധാന്യം, അതിൻ്റെ അതുല്യമായ ഒരു സ്ഥാനം, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പ്രത്യേകത നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. 1 കൊരിന്ത്യർ 15:3 പൗലോസ് വീണ്ടും പറയുന്നു, ഓരോ മനുഷ്യൻ്റെയും തല ക്രിസ്തുവാണ്. അപ്പൊ നാം ഓരോരുത്തരും ക്രിസ്തു എന്ന ആ ശ്രേഷ്ഠ പുരോഹിതനോട് ചേർന്ന് വളരുവാൻ, ആത്മീയമായിട്ട് നമുക്ക് അഭിവൃദ്ധി പ്രാപിക്കുവാൻ, നമുക്ക് ആത്മാവിൽ ശക്തി പ്രാപിപ്പാൻ നാം കർത്താവ് യേശു ക്രിസ്തു എന്ന ആ തലയോട്, അല്ല തലയ്ക്ക് കീഴിൽ ശരീരങ്ങളായിട്ട്, അവയവങ്ങളായിട്ട് നാം ജീവിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ആ തലയുടെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട്, ആ അനുഗ്രഹത്തിന് കീഴിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയും. അങ്ങനെ സഭയുടെ തലവനായ ക്രിസ്തു സഭയുടെ ഐക്യത്തിനും വളർച്ചയ്ക്കും നേതൃത്വവും മാർഗനിർദ്ദേശവും പോഷണവും നൽകുന്നുവെന്ന് കൊലോസ്യർ 2:19 പറയുന്നു. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. ഇപ്പം എങ്ങനെയാണ് ഒരു ശരീരം, സഭ എന്ന ശരീരം വളരുന്നത്? അത് തലയാവിൽ നിന്ന് ആകുന്നു, അല്ലെ തനയിൽ നിന്ന് ആകുന്നു. ഇപ്പോൾ തലയില്ലാതെ ഒരു ശരീരം ഇല്ല. ഒരു ശരീരത്തിന് നിലനിൽക്കാൻ കഴിയില്ല, ഒരു ശരീരത്തിന് വളരുവാൻ കഴിയില്ല, ഒരു ശരീരത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ ക്രിസ്തു നമ്മുടെ തല, സഭയുടെ തല എന്ന് പറയുമ്പോൾ എത്രമാത്രം ഒരു
വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ക്രിസ്തുവിന് നൽകപ്പെടുന്നത്. അതുകൊണ്ട് സഭ ആവുന്ന ശരീരം ക്രമാനുഗതമായും ആനുപാതികമായിട്ടും ആത്മീയമായിട്ടും മറ്റ് സാഹചര്യങ്ങളിലൂടെ അത് സന്തുലിതാവസ്ഥ പ്രാപിച്ചുകൊണ്ട് വളരണമെങ്കിൽ തലയുടെ പ്രവർത്തനം, നിയന്ത്രണം, തലയുടേതായ എല്ലാ ആലോചനകൾ, ബുദ്ധിശക്തി, കഴിവ്, അങ്ങനെയുള്ള സകല കാര്യങ്ങളും അത് മറ്റ് അവയവങ്ങൾക്ക് ലഭിക്കുവാനും അത് പ്രയോജനപ്പെടുത്തുവാനും അങ്ങനെ വളരുവാനും കഴിയുമ്പോഴാണ് ഒരു സന്തുലിതമാവുന്ന അവസ്ഥയിൽ ഒരു ശരീരം, ശരീരത്തിലെ അവയവങ്ങൾ വളരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് നമ്മുടെ ശരീരം തന്നെ എടുത്താൽ നമുക്കെല്ലാ അവയവങ്ങളും നമ്മുടെ ശരീരത്തിൽ പ്രാവർത്തികമായിട്ടല്ലേ പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു അവയവത്തിൻ്റെ പ്രാധാന്യം എന്താണോ എന്നൊരു പക്ഷേ പ്രത്യേകം നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷേ ആ ഒരു അവയവത്തിനൊരു കേടുപറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടമുണ്ടാകുകയോ ഒരു അവയവം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയാതെ വരികയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ അവയവത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ ജീവിതത്തിലെ സ്ഥാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ എല്ലാ കാര്യങ്ങളുടെയും ഒരു തുടക്കമായിട്ട്, ആരംഭമായിട്ട് വിശുദ്ധ വേദോസ്തം നമ്മളോട് പറയുകയാണ്. ഇപ്പം എബ്രായ ഭാഷയിൽ ഇപ്പം ആരംഭം അല്ലെങ്കിൽ റിസിറ്റ് എന്ന് പറയുകയോ അല്ലെങ്കിൽ തല എന്ന് പറയുമ്പോൾ റോസ് എന്ന് പറയുകയോ ഈ രണ്ട് പദങ്ങൾ എബ്രായ ഭാഷയിൽ, അതായത് തലയും അതുപോലെ ആരംഭം എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. ഇപ്പോൾ ആദിയിൽ നമ്മൾ വചനം വായിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചു. ഇപ്പോൾ മനുഷ്യ അവതാരം കാരണം മാത്രമല്ല, സൃഷ്ടാവായതിനാലും യേശു മനുഷ്യവർഗത്തിൻ്റെയും സഭയുടെയും തലവൻ മാത്രമല്ല, ആരംഭം കൂടിയാണ് എന്ന് നമ്മളുടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പം അതിൻ്റെ തുടക്കം, അതിൻ്റെ ആരംഭം, അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് തുടങ്ങുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ഇപ്പോൾ ഗ്രീക്കിൽ ആരംഭം എന്ന് പറയുന്ന ആ ഗ്രീക്ക് വാക്കിന് വിശാലമായ അർത്ഥം എന്ന് പറയുന്നത് ഒരു കാര്യത്തിനെ അതിൻ്റെതായ ഒരു ഉറവിടം, അതിൻ്റെ തുടക്കം, അതിൻ്റെ ആരംഭം, അല്ലെ ഒന്നിൻ്റെ ജനനം എന്നൊക്കെ നമുക്ക് അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ തന്നെ കൊലോസ്യർ 1:18 കർത്താവ് യേശു ക്രിസ്തുവിനെ അതിൻ്റെ തുടക്കക്കാരൻ അല്ലെങ്കിൽ അത് ആരംഭിച്ചവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സൃഷ്ടിയുടെയും സഭയുടെയും കാര്യത്തിൽ യേശു ആരംഭം മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്നത് മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിലൂടെ പുതിയ സൃഷ്ടിയുടെ ഒരു തുടക്കക്കാരനുമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമായതിനാൽ മരണത്തിന്മേലുള്ള അവൻ്റെ വിജയം പാപത്തിനെതിരായ അവൻ്റെ വിജയത്തെയും അവൻ്റെ സ്വരൂപത്തിൽ നമ്മെ പുനർനിർമ്മിക്കുവാനുള്ള അവൻ്റെ ശക്തിയെയും കാണിക്കുന്നു. അപ്പൊ ഇവിടെ ആദ്യജാതൻ അല്ലെങ്കിൽ തുടക്കക്കാരൻ, ആരംഭം കുറിക്കുന്നവൻ എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ അവിടെ സൃഷ്ടിയുടെ ആരംഭവും മനുഷ്യ ജീവിതത്തിൻ്റെ ആരംഭവും തുടക്കവും മാത്രമല്ല, ആ മനുഷ്യനെ വീണ്ടും പുനരുത്ഥാനത്തിലൂടെ പുനഃസൃഷ്ടിക്കുവാനും കഴിയുന്ന ആ ദിവ്യശക്തിയുടെ ഉടമസ്ഥനും. അതുകൊണ്ട് തന്നെ യൂദാ 9 പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു തൻ്റെ മരണാവസ്ഥയിൽ നിന്ന് ഉയർക്കുന്നില്ല എങ്കിൽ, പുനരുത്ഥാനം ലഭിക്കുന്നില്ല എങ്കിൽ മറ്റാർക്കും പുനരുത്ഥാനം ചെയ്യുവാൻ കഴിയില്ല എന്നാണ്, ഉയർക്കുവാൻ കഴിയില്ല എന്നാണ്.
അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ, പുനരുത്ഥാനം ചെയ്യുവാൻ ഇടയായതും അത് സകല മനുഷ്യർക്കും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവരുടെ വീണ്ടെടുപ്പിൻ്റെ, പുനരുത്ഥാനത്തിൻ്റെ ഒരു അടയാളമായിട്ട് കാണുവാൻ, മനസ്സിലാക്കുവാൻ ഇടയായി തീരുവാൻ കർത്താവ് യേശു ക്രിസ്തു അവർക്ക് മുന്നമേ അത് അവർക്കൊരു സൂചകമായിട്ട് കാണിച്ചു കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ദൈവത്തിൻ്റെ അദൃശ്യനായ ഒരു പ്രതിച്ഛായയാണ്, പ്രതിബിംബമാണ് കർത്താവ് യേശു ക്രിസ്തു എന്ന് നാം ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങളിവിടെ പാഠത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഒന്ന്, അദൃശ്യനായ ദൈവത്തിൻ്റെ പൂർണ്ണമായ പ്രവൃത്തികളുടെ ഒരു പ്രകടനമാണ്. ഇപ്പൊ ദൈവം എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അല്ല ആഗ്രഹിച്ചു ഈ ഭൂമിയിൽ, അത് പൂർണ്ണമായിട്ടും ഈ ഭൂമിയിൽ ചെയ്തത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എല്ലാ സൃഷ്ടിയുടെയും പ്രതിനിധി കർത്താവ് യേശു ക്രിസ്തുവാണ്. എല്ലാറ്റിനും മുമ്പേ ഉണ്ടായിരുന്നത്, എല്ലാം ഒരുമിച്ച് വരുന്നതും കർത്താവായ യേശു ക്രിസ്തുവിലാണ്. കർത്താവ് യേശു ക്രിസ്തു സഭയുടെ തലയാണ്. മാത്രമല്ല സഭ കർത്താവിൻ്റെ ശരീരമാണ്. കർത്താവ് യേശു ക്രിസ്തു സൃഷ്ടിയുടെയും പുനഃസൃഷ്ടിയുടെയും തുടക്കക്കാരനാണ്. മനുഷ്യനെ ഈ ലോകത്തിലെ മറ്റ് സൃഷ്ടികളുടെ ആ സൃഷ്ടികർത്താവ് കർത്താവ് യേശു ക്രിസ്തുവാണ്. അതോടൊപ്പം തന്നെ പുനഃസൃഷ്ടിയുടെയും തുടക്കക്കാരൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം അവൻ പാപത്തെയും മരണത്തെയും ജയിച്ചു. അവൻ രക്ഷകനായി തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരെയും ഉയർപ്പിക്കുവാനുള്ള അവകാശം നേടിയ കർത്താവാണ്. യേശു എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം കാരണം മനുഷ്യവർഗത്തിൻ്റെയും സഭയുടെയും തലവൻ എന്ന നിലയിൽ അവന് പ്രാമുഖ്യം ലഭിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്കറിയാം, എല്ലാ സമയങ്ങളിലും, എല്ലാ ഇടങ്ങളിലും, എല്ലാ അവസ്ഥകളിലും കർത്താവ് യേശു ക്രിസ്തുവിനെ കാണുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും വായിക്കുവാനും ഒക്കെ ഉള്ള ഒരു അവസരം ദൈവം മനുഷ്യർക്ക് ഈ ലോകത്തിൽ നൽകുവാൻ ഇടയായി തീർന്നത് കൊണ്ട് യേശു എന്ന ദൈവത്തിൻ്റെ അദൃശ്യനായ പ്രതിച്ഛായ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വളരെ പ്രാധാന്യമുള്ള ഒന്നായിട്ട് നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവരുടെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളോടും ചേർന്ന് വരുന്നവരും ജീവിക്കുന്നവരും അനുഭവത്തിലൂടെ കടന്നു വരുന്നവരുമാണ് എന്ന് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളുടെയും തുടക്കക്കാരൻ എന്ന നിലയിൽ, അതിൻ്റെ ആരംഭം കുറിച്ചവൻ എന്ന നിലയിൽ കർത്താവ് യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാനും അവർക്ക് തിരിച്ചറിയുവാനും ഓർക്കുവാനും കഴിയുന്ന ഒരു ജീവിത അനുഭവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കർത്താവ് യേശു ക്രിസ്തുവിന് സാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അടുത്ത് എല്ലാം അനുരഞ്ജിപ്പിക്കുവാൻ കഴിയുന്ന കർത്താവ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: അവനിൽ സർവ്വ സമ്പൂർണതയും വസിപ്പാനും അവന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി സ്വർഗത്തിലുള്ളതോ സകലത്തെയും ഭൂമിയിലുള്ളതോ സകലത്തിനെയും അവനെ കൊണ്ട് തന്നെ തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇപ്പോൾ സകല കാര്യങ്ങളും സകല മനുഷ്യരെയും
കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം അവനോട് കർത്താവ് യേശുക്രിസ്തു നിരപ്പിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് കൊണ്ട് നാം ഓരോരുത്തരും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെതായ വിവിധമായിട്ടുള്ള ശുശ്രൂഷകളിലൂടെ അത് ഓർക്കുവാനും മനസ്സിലാക്കുവാനും അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവിലൂടെ വിളിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല കൊലോസ്യർ 2:9 പറയുമ്പോൾ അവിടെ വീണ്ടും പൗലോസ് പറയുന്നത്, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. നോക്കുക, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആരല്ല? കർത്താവ് യേശുക്രിസ്തുവിൽ. അപ്പൊ അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്ന് തന്നെ. ഇപ്പോൾ ദൈവത്തിന്റെ നിത്യതയെയും സ്വയം നിലനിൽപ്പിനെയും സൃഷ്ടിക്കാനും പുനർനിർമ്മിക്കാനുള്ള അവന്റെ ശക്തിയെ ആണ് നാം ഇവിടെ കാണുന്നത്. മാത്രമല്ല, തൻ്റെ ഏകജാതനെ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ 3:16 വായിക്കുമ്പോൾ, എങ്ങനെയാണ് കർത്താവ് യേശുക്രിസ്തുവിലൂടെ സകലവും അനുരഞ്ജിപ്പിക്കുവാൻ കഴിയുന്നത്, സാധ്യമാക്കി തീർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പാപത്തെ എന്നേക്കുമായി പരാജയപ്പെടുത്തുവാനും അനുരഞ്ജിപ്പിക്കാൻ കഴിയുന്ന എല്ലാറ്റിനെയും അനുരഞ്ജിപ്പിക്കുവാനും കഴിയുന്ന ഏകമാർഗം ആ മഹത്തായ സത്യത്തിൽ സംഭരിച്ചിരിക്കുന്ന ദൈവ സ്നേഹത്തെയും, കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തെ പ്രപഞ്ചത്തെ സ്നേഹിച്ച് നമ്മളെ സ്നേഹിച്ച് ക്രൂശിലെ മരണത്തോടെ നമ്മളെ രക്ഷിക്കുവാൻ അവൻ തൻ്റെ ജീവനെ പൂർണ്ണമായും തനിക്കുള്ള സകലതിനെയും ആ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ ദൗത്യത്തിൻ്റെ ആ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുവാനും അങ്ങനെ തന്നിലൂടെ ഒരു അനുരഞ്ജനത്തിൻ്റെ അനുഭവം മനുഷ്യർക്ക് ഒരുക്കി കൊടുത്തുകൊണ്ട് അതിനെ സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഏവർക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് സ്വതന്ത്രമായിട്ട് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് യേശുക്രിസ്തു വാതിലായി തീർന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നാം ദൂതന്മാർക്കും മനുഷ്യർക്കും സർവ്വലോകത്തിനും ഒരു കാഴ്ചയായി മാറിയിരിക്കുന്നു എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശുക്രിസ്തു എന്ന ഏറ്റവും ശ്രേഷ്ഠയേറിയ ദൈവത്തിൻ്റെ അദൃശ്യ പ്രതിബിംബമായിട്ട്, പ്രതിച്ഛായയായിട്ട്, സൃഷ്ടികളിലെ ആദ്യജാതനായിട്ട്, സഭ എന്ന ശരീരത്തിൻ്റെ തലയായിട്ട്, സകലത്തിൻ്റെയും തുടക്കക്കാരൻ എന്ന നിലയിൽ, സകലത്തിനെയും അനുരഞ്ജിപ്പിക്കുന്ന ദൈവം എന്ന നിലയിൽ ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും ലോകത്തുള്ള സകല മനുഷ്യരെയും ദൈവത്തിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ, അവരെ ഒന്നിപ്പിക്കുവാൻ, ഒരുമിപ്പിക്കുവാൻ, സത്യത്തിൻ്റെ പാതയിലേക്ക് വഴി നടത്തുവാൻ, രക്ഷയുടെ അനുഭവം അവർക്ക് സമ്മാനിക്കുവാൻ കർത്താവ് യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ആ ശ്രേഷ്ഠതയേറിയ കർത്താവ് നമുക്കായിട്ട് ഇന്നും ജീവിക്കുന്നു, നമ്മെ ക്ഷണിക്കുന്നു, നമ്മെ വിളിക്കുന്നു. ആ വിളി കേട്ട് കർത്താവ് നമുക്കായി ഒരുക്കുന്ന ആ ശ്രേഷ്ഠമേറിയ നിത്യഭവനത്തിൽ ആ ദൈവത്തോടൊപ്പം നമുക്കും ആയിരുന്നു കൊണ്ട് ആ നിത്യസന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളെ ഓരോരുത്തരും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ പാഠം ഞാൻ സംഭരിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവെ, തിരുനാമത്തിനെ സ്തുതിക്കുന്നു. അടിയങ്ങൾ ചിന്തിച്ച വചനങ്ങൾ അടിയങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു എന്ന തലയോളം അടിയങ്ങൾക്ക് വളർന്ന് ക്രിസ്തുവിലൂടെ അടിയങ്ങൾക്ക് അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷയെ അടിയങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ, ആ അനുഭവത്തിൽ അടിയങ്ങൾക്ക് ജീവിപ്പാൻ
അടിയങ്ങളുടെ സകല പാപങ്ങളും കുറവുകളും കർത്താവിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അടിയങ്ങളെ സമ്പൂർണ്ണമാക്കുന്ന ആ ദൈവിക അനുഗ്രഹത്തിൽ അടിയങ്ങൾക്ക് നിലനിൽപ്പാൻ അടിയങ്ങളെല്ലാവരോടും സഹായിക്കുകയും കൂടിയിരിക്കുകയും ചെയ്യണം. ഈ പാഠം ശ്രവിക്കുന്ന, പഠിക്കുന്ന, മറ്റുള്ളവർ പങ്കുവയ്ക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ വലിയ കൃപയിൽ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. മാനമത കർത്താവ് എടുക്കണം. അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശു നാം ചോദിക്കുമ്പോൾ കൂടിയാക്കണം. നല്ല ദൈവമേ, ആമേൻ. എല്ലാ പ്രീതി മക്കൾക്കും എൻ്റെ ഏറ്റവും ഹൃദയമായ നന്ദി ഞാൻ വീണ്ടും രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അതിശയകരമായിട്ട് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.